ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രേവതി സച്ചി അമ്പലത്തിൽ പോയി താലി കെട്ടിയിട്ട് വന്നതിൻ്റെ ദേഷ്യം തീരുന്നില്ല ചന്ദ്രമതിക്ക്. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിയോട്, രണ്ടിൻ്റെ ഇളക്കം കണ്ടില്ലേ, എന്താണെന്നാ ഒരു ഭാവം, ഒരു അരപ്പവൻ്റെ മാല മേടിച്ചാണ് ഇത്രയും വേളം വെക്കുന്നത്. എൻ്റെ ശ്രുതി, നീ ഇനി ഒട്ടും വിട്ടുകൊടുക്കരുത്. നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് ഏറെ സ്വർണം മേടിപ്പിക്കണമെന്ന്. അത് കേൾക്കുമ്പോഴത്തേനും ശ്രുതിക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. വേണം വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരത്തേനും ശ്രുതി ആകെ വെട്ടിലായി നിൽക്കുകയാണ്. എവിടുന്ന് മേടിച്ചുകൊണ്ട് വരാനാണെന്ന് വിചാരിച്ചിട്ട് എന്നാ പറയും, മോളെ നീ പറയണം കേട്ടോ അച്ഛനോട്. ഞാൻ പറയാം ആൻറ്റി എന്ന് പറയും. എന്നിട്ട് ചന്ദ്രമതി അങ്ങ് പോകുന്നുണ്ട്. അപ്പം ശ്രുതി ഓർക്കുന്നുണ്ട്, ദൈവമേ ഇതിലേക്ക് എന്തൊക്കെ പോയെന്ന് പറഞ്ഞാലും അവസാനം ഇവരത് എടുത്ത് എൻ്റെ കഴുത്തേലാണല്ലോ ഇടുന്നത്, ഞാനിത് എവിടുന്ന് ഉണ്ടാക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് പലിശക്കാരൻ ആൻ്റണിയും കൂട്ടാളികളും കൂടെ സച്ചിയുടെ സ്റ്റാൻഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ സച്ചി അവിടെ ഇല്ല. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ ഞാനിവിടെ ഇറങ്ങിക്കോളാം, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അത് സച്ചി ചേട്ടൻ്റെ സ്റ്റാൻഡാണ്, അതുകൊണ്ട് ഞാൻ വരത്തില്ലെന്ന് പറയും. എന്നാൽ നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് എല്ലാവരോടും കാശൊക്കെ പിരിക്കുകയാണ്. അപ്പോൾ മഹേഷിനോട് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, തരാം, ഇപ്പം എൻ്റെ കയ്യിലില്ല, കുറച്ച് കാശ് വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ആ കാശ് കിട്ടിയില്ലെന്ന് പറയും. നിങ്ങളാരും എൻ്റെ ഓഫീസിലേക്ക് വരുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കാശിന് വേണ്ടി വന്നത്, എല്ലാവരും കാശെടുക്കാൻ പറഞ്ഞ് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കുന്നുണ്ട് ആൻ്റണി. അപ്പം മഹേഷിനോട് പറയുന്നുണ്ട്, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നാളെ നീ എനിക്ക് പലിശ തന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ പിന്നെ പറച്ചിലൊന്നും കാണുകയില്ല, എൻ്റെ പ്രവൃത്തി മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇന്നലെ എന്നാൽ പിന്നെ ആ ചിട്ടി പൈസ നീ അങ്ങ് മേടിച്ചാൽ പോരായിരുന്നു, ആൻ്റണിയുടെ വായിരിക്കുന്ന കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എടാ അത് സച്ചിയുടെ ആവശ്യത്തിന് കൊടുത്തതല്ലേ, എൻ്റെ ആവശ്യത്തെക്കാട്ടിൽ എനിക്ക് വലുത് സച്ചിയുടെ ആവശ്യം തന്നെയാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. രേവതി അടുക്കളയിൽ നിൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. എത്ര നേരമായി ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ തീർന്നില്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ വിശക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, ഞാനിപ്പോൾ ഉണ്ടാക്കി തരാം, ഉണ്ടാക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. നീ എന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, കുറേ നേരമായാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, എന്താ ഇത് തീരാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നീ എന്താ എന്നെ തോപ്പിച്ചെന്നുള്ള ഭാവമാണോ നിൻ്റെ മനസ്സിലെന്ന് ചോദിക്കും. ഞാൻ എന്ത് തോപ്പിക്കാനാന്ന് ചോദിക്കും. അതല്ല, അമ്പലത്തിൽ പോയി താലികെട്ടൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇളക്കമുണ്ട് നിനക്കെന്ന് പറയും. എനിക്കങ്ങനെ ഒരു ഇളക്കത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ ഒന്നുകൂടെ താലി കെട്ടിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി, അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് ചെയ്തു തരികയും ചെയ്തു. അതിലിപ്പോൾ എന്താ ഇത്ര അഹങ്കരിക്കാനിരിക്കുന്നതിന് ഇളകാനിരിക്കുന്നു ചോദിക്കും. നീ വലിയ ഇതൊന്നും കാണിക്കണ്ട, നിനക്കറിയത്തില്ല സച്ചിയുടെ സ്വഭാവം, അവനൊരു പട്ടം പോലെയാ, ഇപ്പം കാണുന്ന സ്വഭാവമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേന് അവൻ്റെ വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് ദേഷ്യം പിടിപ്പിക്കുകയാണ് രേവതിയെ. അപ്പോൾ രേവതി പറയും, അമ്മയ്ക്കിപ്പോൾ എന്ത് വേണം, ഞാനും സച്ചിയേട്ടനോട് വഴക്കുണ്ടാക്കുന്നത് കാണണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഒരു പട്ടമാണെങ്കിൽ അതിൻ്റെ നൂല് പൊട്ടിപ്പോയാലും ഞാൻ തപ്പി പിടിച്ചെടുത്തോളാം, അമ്മ അതിനുവേണ്ടി കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഇന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാൽ മതി, എനിക്കൊന്ന് സമാധാനത്തോടെ നിന്ന് പണിയാവല്ലോ എന്ന് പറയും. ഉടനെ ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ചന്ദ്രമതി ഹാളിലേക്ക് വരുമ്പോഴത്തേന് വർഷം ഇറങ്ങി വരുന്നുണ്ട്. ആൻറ്റി എന്നെ വിശക്കൊന്ന് ഫുഡായോ എന്നൊക്കെ ചോദിച്ചു. എന്ത് ചെയ്യാനാ മോളെ, ഒരുത്തി അവിടെ സ്വപ്നം കണ്ടുകൊണ്ട് നിന്ന് ആഹാരം ഉണ്ടാക്കുന്നത്, ഇതുവരെ റെഡി ആയില്ല, ഞാൻ വേണമെങ്കിൽ മോൾക്ക് ആപ്പിൾ പൂളിത്തരാമെന്നൊക്കെ പറയും. വേണ്ട ആൻറ്റി, എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് ആൻറ്റിക്ക് അറിയത്തില്ലേ, അതുകൊണ്ട് ആഹാരം മതി എന്ന് പറയും. എന്നാൽ കുറച്ച് കഴിയും മോളെ എന്നൊക്കെ പറഞ്ഞ് ഇവർ നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സച്ചി രേവതിയും സച്ചിയും കൂടെ ചേർന്ന് നിന്നെടുത്ത ഫോട്ടോ ഇങ്ങനെ ഫോണിനകത്ത് രവീന്ദ്രനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. മോനെ ഇത് എപ്പോഴാണ് എടുത്തെന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഇന്ന് എടുത്തതാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രീകാന്തും വന്ന് ചോദിക്കും, എന്ത് ചേട്ടാ ഒന്ന് കാണത്തെന്ന്. നോക്കുമ്പോൾ വർഷം നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറയും. രേവതിയോട് വർഷം പറയുന്നുണ്ട്, രേവതി ചേച്ചി നല്ല ഭംഗിയുണ്ട് ഫോട്ടോയ്ക്കകത്ത് രേവതി ചേച്ചിയെ കാണാനൊക്കെ. ചന്ദ്രമതിയെ കാണിക്കുമ്പോൾ ചന്ദ്രമതി പറയും, എനിക്കൊന്നും കാണണ്ട, എന്നാ നോക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കത്തില്ല. എന്നിട്ട് ശ്രുതി പറയും, ഇത് ഇച്ചിരിയുടെ ക്ലാരിറ്റി ഉള്ളൊരു ഫോണിലെടുത്താൽ നല്ലതായിരുന്നു, അല്ലേ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി പറയും, അല്ലെങ്കിൽ നീ നല്ലതൊന്നും പറയത്തില്ല, നിൻ്റെ വായിൽ നല്ലത് കേൾക്കാമെന്നും ഇനി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിച്ച് രേവതിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം തലയാട്ടി കാണിക്കുന്നൊക്കെ ഉണ്ട്. രേവതിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഫോട്ടോ. എന്നിട്ട് സച്ചി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇവിടെ ഹാളിൽ വെച്ചിട്ടില്ലല്ലോ, ഞാൻ ഒരെണ്ണം ഫ്രെയിം ചെയ്തുകൊണ്ടൊന്ന് ഇവിടെ തൂക്കട്ടെ എന്ന്
പറയുന്നു. ഉടനെ ചന്ദ്രമതി പറയും, വേണ്ട വേണ്ട, ഇവിടെ ഒന്നും കൊണ്ടുവരണ്ട, എന്നത്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നേ, വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറയും. വേറെ എവിടെ കൊണ്ട് വെക്കാനാ? പാർലറേടത്തിയുടെയും ഓട്ടക്കാരൻ്റെയും ഫോട്ടോ ഇവിടെ വെച്ചിട്ടില്ലേ, പിന്നെ ഞങ്ങളുടെ ഫോട്ടോ വെച്ചാൽ എന്നാന്ന് ചോദിക്കും. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബേളം വെക്കും. നിൻ്റെ മുറിയിലെങ്ങാനും കൊണ്ട് തൂക്കിയിടാൻ പറയും. ഞാൻ എന്തായാലും ചെറിയൊരു ഫോട്ടോയാണ് ഇവിടെ ഫ്രെയിം ചെയ്ത് തൂക്കിയിടാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ഇനി ഞാൻ വലിയൊരെണ്ണം കൊണ്ടുവന്നിട്ട് ഇവിടെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് തൂക്കിയിടുക തന്നെ ചെയ്യുമെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതിക്കാണ് എന്ത് പറയണമെന്നറിയാതെ അങ്ങ് ദേഷ്യം കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത്ര നീ കൊണ്ടുവന്ന് തൂക്കിയിടറ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. ചന്ദ്രമതിയാണ് ദേഷ്യം കാരണം ഇങ്ങനെ കുത്തി നിൽക്കുകയാണ് ഹാളിൽ. സച്ചി റൂമിലേക്ക് വരുമ്പോൾ രേവതി പായൊക്കെ വിരിച്ച് ബെഡൊക്കെ വിരിച്ച് നിലത്ത് ഇരിക്കുകയാണ്. അന്നേരത്തേന് സച്ചി വന്ന് ചോദിക്കും, എന്തേ പൂവൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കും. അത് പൂവൊക്കെ ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറയും. അതെന്താ നീ അലങ്കരിക്കാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തിനാ അലങ്കരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പറയും, ഇന്നല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ്, അതുകൊണ്ട് ഇവിടെ മുറിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് നമ്മുടെ ശാന്തിമുഹൂർത്തമൊക്കെ നടത്തണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഇന്നാന്ന് പറഞ്ഞാലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സച്ചിയേട്ടാന്നൊക്കെ രേവതി പറയും. എന്നാലും ഇങ്ങനെ ഒന്ന് ഒരുക്കിയൊക്കെ വെക്കേണ്ടതായിരുന്നു, ഞാൻ പോയി വേണമെങ്കിൽ പൂമാല എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ പിടിച്ചിരുത്തുന്നുണ്ട്. നിനക്കും ആഗ്രഹമില്ലായിരുന്നു രേവതി ഈ മുറിയെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേന് രേവതി അങ്ങ് ചിരിക്കുന്നുണ്ട്. എനിക്കറിയാം നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ അത് ചെയ്യാതിരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതി അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ കല്യാണം എന്തായാലും ഇന്ന് കഴിഞ്ഞതാണെങ്കിലും നേരത്തെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കല്യാണത്തിൻ്റെ തീയതിയൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് പിന്നീട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയവരാണ് പലരും. അങ്ങനെയാണ്, ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് പിന്നീട് ഇഷ്ടപ്പെടും. ചിലർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കും, പിന്നീട് അങ്ങ് ഇഷ്ടപ്പെടാതെ വന്നിട്ട് അകലുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് സച്ചിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അതെന്ത് ചോദ്യമാണ്, നിങ്ങൾ എൻ്റെ കഴുത്തിൽ 2 പ്രാവശ്യം താലി കെട്ടിയില്ലേ, എന്നിട്ടും ഇങ്ങനെ ചോദിക്കാവോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് സച്ചിയേട്ടനെന്ന് പറയും. അല്ല, ഞാനൊരു റൗഡി അല്ലായിരുന്നു എന്ന് ചോദിക്കും. റൗഡികളെയൊക്കെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ രേവതി പറയും, നേരത്തെ ഞാൻ വെറുത്തിരുന്ന റൗഡിയാണ് സച്ചിയേട്ടൻ, ഇന്ന് പക്ഷേ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന റൗഡിയാണ് സച്ചിയേട്ടൻ. അപ്പം സച്ചി രേവതിയെ എടുത്ത് പൊക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, റൗഡികൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രേവതിയെ വട്ടം കറക്കുകയൊക്കെ ചെയ്യണം. അയ്യോ സച്ചിയേട്ടാ താഴെ നിർത്തി, ഞാനെങ്ങാനും താഴെ പോകുമെന്നൊക്കെ പറഞ്ഞ് രേവതി ബഹളം വെക്കുമ്പോഴത്തേന് സച്ചി രേവതിയെ താഴേക്ക് നിർത്തുമ്പം സച്ചിയുടെ കാലിലാണ് രേവതി ചവിട്ടുന്നത്. ഓ എൻ്റെ കാല് പോയി എന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കും. എന്നിട്ട് ചോദിക്കും, എന്ത് ഭാരമാ രേവതി നിനക്ക്, അയ്യോ ഇങ്ങനെ എൻ്റെ കാല് ചവിട്ടാവായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആഹാ ഞാൻ ഭയങ്കര ഭാരമാണല്ലേ എന്നൊക്കെ ചോദിച്ച് രേവതി വീണ്ടും സച്ചിയായിട്ട് അടി പിടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും സ്നേഹത്തോടെ ഒരുമയോടെ ഒരു റൂമിൽ കഴിയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത മുറിയിൽ ശ്രീകാന്തും വർഷയും കാണിക്കുന്നുണ്ട്. അവരിരുന്ന് ഗെയിം കളിക്കുകയാണ്. ഗെയിം കളിക്കുമ്പോഴത്തേന് വർഷ ആണ് ആ ഗെയിം ജയിക്കുന്നത്. അപ്പം ശ്രീകാന്ത് ബേളം വെക്കും എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ വെറുപ്പിക്കുമ്പോഴത്തേന് വർഷ കിടന്ന് തുള്ളുകയാണ്, ഞാൻ ജയിച്ചേന്ന് പറഞ്ഞ്. എന്നിട്ട് ശ്രീകാന്തിനോടും പറയും, ഞാൻ ജയിച്ചെന്ന് പറയാം. എന്നാൽ പറയും, നീ മിണ്ടായിരിക്കാൻ പറയും. ഞാൻ ഇന്ന് വൈകിട്ട് മുഴുവൻ കിടന്ന് സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെയും വീണ്ടും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇവർ രണ്ടുപേരുടെ കട്ടിലെ കിടന്ന് തുള്ളുകയാണ്. സന്തോഷമായിട്ടാണ് അവർ കഴിയുന്നത്. അപ്പോഴത്തേന് അടുത്ത മുറി കാണിക്കുന്നുണ്ട് ശ്രുതിയും കൂടെ കിടക്കുന്നത്. അപ്പോൾ ശ്രുതി ഇരുന്ന് എന്തൊക്കെ എഴുതുകയൊക്കെയാണ്. അന്നേരത്തേനാണ് ശ്രുതി കിടന്ന് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ ഇങ്ങനെ വെയിറ്ററായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് സ്വപ്നം കാണുന്നത്. ഹോട്ടലിൽ ഇങ്ങനെ ലിസ്റ്റ് എടുക്കുന്നതൊക്കെയാണ് ഓർക്കുന്നത്. അപ്പോൾ പൂരി, മസാല ദോശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹോട്ടലിൽ പറയുന്ന പോലെ തന്നെ പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോഴത്തേന് ശ്രുതി ഓർക്കുന്നുണ്ട്, ഇതന്നെ ഈ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വെച്ച് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് ശ്രുതിയെ. പക്ഷെ ശ്രുതി ഇതൊന്നും കേൾക്കുന്നില്ല. മസാല ദോശ, പൂരി, വട, ഇടിയപ്പം, പാലപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ശ്രുതി വിളിച്ച് ശ്രുതിയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഹോട്ടലിലെ വെയിറ്റർ വിളിച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അന്നേരത്തേന് ശരിക്കും ശ്രുതി അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് എങ്ങനെ ഇവർക്ക് മനസ്സിലായോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നൊരു ഹോട്ടലിൽ കയറിയായിരുന്നു ചായ കുടിക്കാനാണ്. അന്നേരം ഒരു മസാല ദോശയുടെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നീ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ അത് കഴിച്ചില്ല,
മേടിച്ചില്ല എന്നൊക്കെ പറയും. അന്നേരത്തേനിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പം ഇങ്ങനെ കേട്ടതാണ് ഓരോ കാര്യങ്ങൾ, അതും എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പം ശ്രുതി പറയുന്നുണ്ട്, എന്നാലും ഇതെങ്ങനെയാണ് ഇത്രയും സാധനങ്ങളുടെ പേര് ഒരുമിച്ച് പറയുന്നതെന്ന്. അത് ഞാൻ ബൈഹാർട്ട് ആക്കിയതല്ലേ എന്ന് ഉടനെ ശ്രുതി പറയുന്നുണ്ട്. ബൈഹാർട്ട് ആക്കാനോ? അതെന്തിനാ ഈ ഹോട്ടലിലെ മെനു ഒക്കെ ബൈഹാർട്ട് ആക്കുന്നത്? അത് ഞാൻ ഇന്ന് മെനു കാർഡ് കണ്ടപ്പോഴത്തേന് ഞാനൊന്ന് വായിച്ചു നോക്കിയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയ ഉടനെ തന്നെ എനിക്കത് ബൈഹാർട്ടാകും, അതുകൊണ്ടാണെന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതി പറയും, സാധാരണ ആൺപിള്ളേരുടെ മനസ്സിലൊക്കെ പെൺപിള്ളേരുടെ പേരുകളും മുഖമൊക്കെയാണ് സ്വപ്നത്തിലൊക്കെ വരുന്നത്. പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ ഹോട്ടലിലെ മസാല ദോശയും പൂരിയൊക്കെയാണല്ലോ വന്നതെന്ന് പറയും. അന്നേരത്തേന് പെട്ടെന്ന് ശ്രുതി ഓർക്കുന്നുണ്ട്, ദൈവമേ, ഇവക്ക് ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തത് എന്തായാലും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെട്ടേനെ എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.